CPM-ലെ കെ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. അനിൽകുമാർ, മുഖ്യമന്ത്രിക്ക് ED ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എങ്ങനെയാണ് താങ്കളുടെ? തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എന്തുകൊണ്ടാണ് ED വൈകിയതെന്ന അത്ഭുതം മാത്രമേ നമുക്കുള്ളൂ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കടത്തായിരുന്നല്ലോ. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തി, എന്തെല്ലാം കെട്ടുകഥകളായിരുന്നു കേരളത്തിൽ ആഘോഷിച്ചത്. ഇന്നലെ പിന്നെ കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ബാക്കി കാര്യം ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു പുതിയ കേസും കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിനെ എതിർത്തും കണ്ടില്ല. കോൺഗ്രസുകാരെല്ലാം വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടെന്നാണ് രാവിലെ ചാനലുകളിൽ കണ്ടത്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ട് കേസെടുത്തിരിക്കുന്നു. അതിലെ യഥാർത്ഥ പ്രശ്നം അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത്. അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത്. ഇവിടെ കേരള മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. കേരള മുഖ്യമന്ത്രിയുടെയോ ഡോക്ടർ തോമസ് ഐസക്കിന്റെ അക്കൗണ്ടിലേക്ക് ഒരു പണവും വന്നില്ല. മാത്രമല്ല, റിസർവ് ബാങ്ക് അനുമതിയാണ്. ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിനാണ്. ഫെമ അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ അനുമതി കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പണം കടം വാങ്ങി. ആ കടം മുഴുവൻ തിരിച്ചു അടച്ചു. കടം വാങ്ങിയതിനും തിരിച്ചടച്ചതിനും കൃത്യമായ രേഖകളുണ്ട്. അത് റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടുണ്ട്. CNDG കൈമാറിയിട്ടുണ്ട്. കണക്ക് പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള CNDG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നത്? കുമാർ, നേരത്തെ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേരിൽ ഒരു നോട്ടീസ് അയച്ചിരുന്നല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോഴാണല്ലോ ചെയർമാൻ എന്ന നിലയിൽ, കിബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി നോട്ടീസ് കിട്ടിയത്. ആ സമയത്ത് അദ്ദേഹം കോടതിയിൽ പോയിരുന്നു. കോടതിയിൽ നിന്ന് എന്ത് തീരുമാനമാണ് അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്? ഡോക്ടർ തോമസ് ഐസക്ക് ഹാജരാകേണ്ടതില്ല. എന്തിനാണ് തോമസ് ഐസക്കിനെ വിളിച്ചു വരുത്തുന്നത്? ഡോക്ടർ തോമസ് ഐസക്കിന്റെ വ്യക്തിപരമായ ഒരു അക്കൗണ്ടിലേക്ക് ഒരു വെള്ളി രൂപ വന്നിട്ടില്ല. ഈ പണം മുഴുവൻ വന്നത് കിബിയുടെ അക്കൗണ്ടിലേക്കാണ്. ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്ക് അംഗീകരിച്ച പ്രകാരം കിബി സൂക്ഷിക്കുന്ന അക്കൗണ്ടിൽ വന്ന പണത്തിന്റെ മുഴുവൻ രേഖയും റിസർവ് ബാങ്കിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കെ അനിൽകുമാർ, ഇത് നിയമവിരുദ്ധമായ ഒരു നോട്ടീസാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? നിയമവിരുദ്ധമല്ല, നിയമത്തിൽ ഇല്ലാത്ത കാര്യമാണ്. RBIയുടെ അധികാരം എന്തിനാണ് ED കൈയെടുക്കുന്നത്? അപ്പോൾ റിസർവ് ബാങ്കാണ് ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടതെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, RBI അഭിപ്രായം പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട BJയുടെ കോടതിയിൽ, ഹൈക്കോടതിയിൽ ചോദ്യം വന്നപ്പോൾ RBIക്ക് നോട്ടീസ് അയച്ചു. RBI കൊടുത്ത മറുപടിയിൽ പറയുന്നത്, ഞങ്ങൾ അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കിബി മസാല ബോണ്ട് സ്വീകരിച്ചത്. അതിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ല. അത് പരിശോധിച്ചിട്ടില്ലേ ഡോക്ടർ തോമസ് ഐസക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മറ്റൊരു ബെഞ്ച് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബെഞ്ച് പറയുകയാണ്, തോമസ് ഐസക്കിന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ തരാം, ഒന്ന് അവിടെ പോയി പോയിട്ട് വരാമോ? സൗകര്യപ്പെട്ടില്ല എന്ന് കേരളം തീരുമാനിച്ചു. സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ തോമസ് ഐസക്ക് പോകേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരു നിയമയുദ്ധം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത യുദ്ധത്തിന് മോദിയെ വെല്ലുവിളിക്കുന്നു. നമുക്ക് തുടങ്ങാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകും. താങ്ക് യു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. എന്തായാലും റിസർവ് ബാങ്ക് അനുവദിച്ചത് പ്രകാരമാണ് മസാല ബോണ്ട് പിരിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള നിലപാടാണ് CPM നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ എടുത്തിരിക്കുന്നത്.